മഹാരാഷ്ട്രയിൽ കർഷക ആത്മഹത്യകൾ വർദ്ധിക്കുക. നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളും കാണുന്നുണ്ട്. മുൻപ് തന്നെ ഈ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ കർഷക ആത്മഹത്യകൾ നേരത്തെ ഉണ്ട് എങ്കിൽ പോലും ഈ ഇടക്കാലത്തായിട്ട് കുറച്ച് അധികമായി വരുന്നുണ്ട്. അപ്പോൾ ഇതിനിടയിൽ ഈ സംഭവങ്ങൾ നടക്കുന്നതിനിടയിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നിരിക്കുകയാണ്. കന്നുകാലികളെ വാങ്ങാൻ പണമില്ലാത്തതിനാൽ വൃദ്ധ ദമ്പതികൾ നിലമുഴുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഗ്രാമീണ മേഖലയിലെ ദാരിദ്ര്യത്തിൻ്റെ വ്യാപ്തി എത്രത്തോളമാണ് എന്നൊരു യാഥാർത്ഥ്യം കൂടിയാണ് വേദനിപ്പിക്കുന്ന ഈ ദൃശ്യങ്ങൾ. കാളകളെ വാങ്ങാനും ട്രാക്ടർ വാടകയ്ക്കെടുക്കാനും പണമില്ലാത്തതിനാൽ 65-കാരനായ കർഷകനും ഭാര്യയും ചേർന്ന് പാടം ഉഴുതുമറിക്കുന്നു. ഭർത്താവിനെ കാളയെപ്പോലെ കലപ്പയിൽ ബന്ധിച്ച് വരണ്ട ഭൂമിയിലൂടെ കലപ്പയെയും നയിച്ചു നടക്കുന്ന വൃദ്ധയായ ഭാര്യ. മഹാരാഷ്ട്രയിലെ ലാത്തൂർ ജില്ലയിൽ നിന്നാണ് യാഥാർത്ഥ്യത്തിന്റെ ഈ നേർക്കാഴ്ച. 2.5 ഏക്കർ കൃഷിഭൂമിയുള്ള അംബാദാസ് പവാറിന്റെയും ഭാര്യ മുക്താഭായിയുടെയും അവസ്ഥയാണിത്. കടുത്ത വരൾച്ചയും കാലവർഷക്കെടുതിയും തുടർച്ചയായി കൃഷിനാശമുണ്ടാക്കി. വിളവെടുപ്പ് മുടങ്ങിയതോടെ കടക്കെണിയിലായി. ആകെയുള്ള സമ്പാദ്യവും നഷ്ടമായി. കൃഷി ഉപജീവനമാക്കിയ ഗ്രാമീണരുടെ നിസ്സഹായതയുടെ പ്രതീകമാണ് ഇവരുടെ ഈ ദുരവസ്ഥ. ഈ വർഷം 3 മാസത്തിനിടെ 767 കർഷകരാണ് മഹാരാഷ്ട്രയിൽ ജീവനൊടുക്കിയത്. ജനുവരി മുതൽ മാർച്ച് വരെയുള്ള കണക്കാണിത്. സംസ്ഥാനത്തിന്റെ കാർഷിക കേന്ദ്രമായ വിദർഭ മേഖലയിൽ നിന്നുള്ളവരാണ് ആത്മഹത്യ ചെയ്തവരിൽ ഭൂരിഭാഗവും. ഇതിൽ സർക്കാരിന്റെ നഷ്ടപരിഹാരം ലഭിക്കുന്ന കർഷക കുടുംബങ്ങൾ വിരലിലെണ്ണാവുന്നവർ മാത്രം. കർഷകാത്മഹത്യകൾ പെരുകുമ്പോഴും സർക്കാർ അവഗണന തുടരുകയാണ്. അപ്രായോഗികമായ കാർഷിക നയങ്ങളും അടിസ്ഥാന പദ്ധതികളുടെ അപര്യാപ്തതയും കർഷകരുടെ പ്രതിസന്ധിക്ക് ആക്കം കൂട്ടുന്നു. നിരവധി പഠനങ്ങളും പദ്ധതികളും പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിലും ഇവയൊന്നും കർഷകരിലേക്ക് എത്തുന്നില്ലെന്നാണ് ആരോപണം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.